എല്ലാരും വാങ്ങോ, എല്ലാരും വാങ്ങോ, എല്ലാരും വാങ്ങോ, എല്ലാരും ഏറുങ്കോ, KSRTC ഏറുങ്കോ. അതായത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു പുതിയ ഒരു യുഗം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കോൺഗ്രസ്സുകാരെയോ BJPക്കാരെയോ അല്ലെങ്കിൽ CPMകാരെയോ ഒന്നും ഇഷ്ടമൊന്നുമല്ല. എനിക്ക് ഒരുത്തനോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മത ചിന്തകളോ ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ നല്ലത് കണ്ടു കഴിഞ്ഞാലില്ലേ, ഞാനും സുരേഷ് ഗോപിയും ഒരുപോലെയാണ്. നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ലതെന്ന് പറയും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സുരേഷ് ഗോപി എന്ന് പറയുന്ന BJPയുടെ MP എനിക്ക് തന്നെ സംശയം തോന്നിപ്പോൾ ഇയാളെന്താണ് കോൺഗ്രസ്സുകാരനെ പോലെ സംസാരിക്കുന്നതെന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇതായിരിക്കണം ഒരു മനുഷ്യൻ. അതായത് ഒരു മനുഷ്യൻ എങ്ങനെയാകണം എന്ന് വെച്ചാൽ ഇതുപോലെ ആയിരിക്കണം. നമ്മൾ സുരേഷ് ഗോപിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോക്ക്. എനിക്ക് സമ്പാദ്യമുണ്ട്, ഞാൻ മറ്റൊരു നിർധനയായ അല്ലെങ്കിൽ ഇതിന് വക്കില്ലാത്ത ഒരു സ്ത്രീയുടെ അവകാശം ഞാൻ പിടിച്ചു പറിക്കില്ല എന്ന് കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ യാത്രക്കാർ തീരുമാനിച്ചാൽ ഇത് വളരെ ബെനവലൻസ് തുളുമ്പുന്ന ഒരു പദ്ധതിയായി കൂടി മാറും. എനിക്ക് തോന്നുന്നു അതാണ് ശ്രീ CP ജോണിനും പിന്നെ അവരുടെ ക്യാബിനറ്റിലുള്ള എല്ലാ മന്ത്രിമാർക്കും ബഹുമാന്യനായ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നൽകാൻ പറ്റുന്ന തിരിച്ചുള്ള ഒരു ട്രിബ്യൂട്ട് അതായിരിക്കും. കേട്ടില്ലേ? അതായത് സുരേഷ് ഗോപി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ ഞാൻ നൽകുകയാണ്. ഒരു സൈഡിൽ BJPക്കാർ ഈ വണ്ടിയുടെ ഓട്ടാൻ വിടൂല എന്ന് പറഞ്ഞിട്ട് സമരം നടത്തുന്നു. മറു സൈഡിൽ LDFകാർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ കൊണ്ടുവരേണ്ട പദ്ധതിയാണ്, ഞങ്ങൾക്കന്ന് ഈ ബുദ്ധി തോന്നിയിട്ടില്ലല്ലോ. ഇന്നിപ്പോഴും സ്ത്രീകളെല്ലാം കൂടിയിട്ട് ഇനി സതീശന് വീണ്ടും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുടർഭരണം അയാൾ കൊണ്ടുപോകില്ലേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ബഹിഷ്കരിക്കുകയും ചെയ്തു. ആ ഒരു സമയത്താണ് നമ്മുടെ BJP MP ആയ സുരേഷ് ഗോപി പറയുന്നത് ഇത് ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും 50 രൂപയൊക്കെ മുടക്കിയിട്ട് വീട്ടുപണിക്ക് പോകുന്നവരുണ്ട്, കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും 50 രൂപ ഇങ്ങോട്ടും 50 രൂപ 100 രൂപ പോയാൽ ഇത് ഒരു മാസം കണക്കൂട്ടുമ്പോഴേക്ക് 3000 രൂപ വന്നാൽ ആ 3000 രൂപ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിന് ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതത്തിന് എടുക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ ചോദിക്കും, അല്ലടോ ആണുങ്ങൾക്കൊന്നും വേണ്ടേ? ആണുങ്ങൾക്ക് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് ഞാൻ BD സതീശൻ പറഞ്ഞ പോലെ, നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെയാണ്. ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിയായാ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ 5 മണിയായാ ഇല്ല. 5 മണി എന്ന് പറയുമ്പോൾ കയറി ഓടും. എവിടെയാണ് ഓടുന്നത്? എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, മുഴുവൻ ജനങ്ങളെയാണ് പറയുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. അതായത് 5 മണി എന്ന് പറയുമ്പോഴേക്ക് ഇവർ നേരെ ഓടുന്നതെന്ന് പറഞ്ഞാൽ ബീവറേജിൻ്റെ പുറകിലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്ത്രീകൾക്കാകുമ്പോൾ ഇത് കൃത്യമായിട്ട് വീട്ടിലെത്തും. ഇനി വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് പോലെ ചില ആൾക്കാർ മാന്യത പാലിക്കണം. അതായത് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് പോകാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത്. അങ്ങനെയുള്ള നിങ്ങളെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാവങ്ങൾ എടുത്തോട്ടെ, ആ സൗജന്യം അവരെടുത്തോട്ടെ. ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഈ സംഭവം എങ്ങനെയെങ്കിലും പൊളിക്കണം. ഇതിന് മുന്നേ പറഞ്ഞ എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ സതീശൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കേണ്ടിയിരുന്ന ഒരു നേതാവ് പറഞ്ഞതാണ്. അതായത് അവർക്കൊക്കെ പെൻഷനും കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ സുഖജീവിതമാണ്. 2 വട്ടം മന്ത്രിയായി, 1 വട്ടം മന്ത്രിയായി, 1 വട്ടം MLA ആയവൻ. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെൻഷനും വാങ്ങിച്ച് വീട്ടിലിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് സഞ്ചരിക്കാൻ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ പറയുകയാണ് ഇത് KSRTCക്ക് 500 കോടി രൂപ നഷ്ടം വരുന്നത്. 500 കോടിയല്ലടോ, 1000 കോടി മുടക്കിയാലും ശരി. ഞാൻ പറഞ്ഞല്ലോ, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കുറച്ച് പൈസ ഇറക്കി. അതായത് മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടാനല്ലേ ഈ സാധനമൊക്കെ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പണക്കാരെ മാത്രം ഉണ്ടാക്കാനും അതുപോലെ പ്രൈവറ്റ് ബസ്സുകാരൻ്റെ ബയറ്റത്തടിച്ചോ എന്തിനീ ജനങ്ങളെ പിഴിഞ്ഞിട്ട് പ്രൈവറ്റ് ബസ്സിന് കൊടുക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് എന്ന് പറഞ്ഞൊരു ബസ് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മണിക്കാണ് വരുന്നത്. അതിൻ്റെ അകത്ത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഏതെല്ലോ ഫ്ലാറ്റുകളിലും അതുപോലെ തന്നെ വീടുകളിലൊക്കെ ജോലി ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വരുമാനം കിട്ടിയോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നല്ലൊരു പരിപാടി തന്നെയാണ്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ശരി, നമ്മളെ ഇതുവരെ നമുക്ക് കിട്ടാത്ത ഒരു പരിപാടി തന്നെയാണിത്. അതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെയുള്ള ആൾക്കാരുടെ നല്ല മനസ്സ് അതാണ് വേണ്ടത്. എന്ത് നേതാവായാലും ശരി, നമുക്ക് രാഷ്ട്രീയപരമായിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമെങ്കിൽ നമ്മളതിന് കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. ഇപ്പോൾ BJPക്കാർ സമരം ചെയ്യുന്നുണ്ട്. പണ്ട് 15 ലക്ഷം ഉറുപ്പ്യ തരും എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടാ? അതുപോലെ തന്നെ 50 ഉറുപ്പ്യക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാ? അതാ ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയദർശിനി ക്യാൻറ്റീൻ തുടങ്ങിയിട്ടുണ്ട്, പ്രിയദർശിനി ബസ് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. ഞാനങ്ങ് പൊക്കി വിടാമെന്നല്ല പോകുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എന്നേരം ചോദിക്കും, നിനക്ക് നല്ല റോഡ് കിട്ടിയില്ലടോ. ഒരു റോഡ് കിട്ടിയാൽ മതിയാ? അതായത് ഈ റോഡിൻ്റെ അടുക്ക പോയിട്ട് നേരെ ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ തിന്നാൻ പറ്റുമോ?
നമുക്ക് തിന്നണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യണ്ടേ, വല്ല ജോലിയും കാര്യങ്ങളും കൂലിയും ഒക്കെ വേണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ഒന്ന് ഉണർന്നു വരുന്നൊരു സമയമാണിപ്പോൾ. എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രസരിപ്പിന്ന് കാണാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുണ്ടമായിട്ടുള്ള ഒരു സംഭവ സ്ഥലത്ത് നിന്നൊരു പ്രകാശപൂരിതമായ ഒരു സ്ഥലം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ജനങ്ങളെ നമുക്കിത് കാണാൻ കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയിട്ടില്ല. എല്ലാവരും വാഗ്ദാനം ചെയ്തിട്ട് അതുവഴി തന്നെ അങ്ങ് നേരെ പോവുകയാണ് ചെയ്യുന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് വന്നിട്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഇതൊരു വലിയ പ്രചോദനം തന്നെയാണ്, ഇതൊരു വലിയ മാറ്റത്തിലേക്കുള്ള പാതയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ നിങ്ങൾക്ക് ഇനി ഇതുപോലെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് ഒഴിവാകാൻ കഴിയില്ല. ഇനിയിപ്പോൾ അടുത്ത ഗവൺമെൻറ് വരുന്ന അടുത്ത ഗവൺമെൻറ്റുകാർ പറയും ഞങ്ങൾ ട്രെയിനിൽ വരെ ഫ്രീ കൊടുക്കുമെന്ന് പറയും. ഈശ്വര ഭഗവാനെ, ഫ്ലൈറ്റിൽ ഫ്രീ കൊടുക്കുമെന്ന് പറയാനൊന്നും ഇവർക്ക് തോന്നിയേക്കല്ലേ. കാരണം വെച്ചാൽ എല്ലാവരും കൂടി ഇടിച്ചു കയറിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് വരെ ബാക്കിയുണ്ടാവില്ല. കാരണം വെച്ചാൽ ഫ്ലൈറ്റിലും കൂടി ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫ്രീ കൊടുക്കണമെന്നല്ല, എന്നാലും ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ KSRTC ബസ്സിൽ കുറച്ചും കൂടി ഫ്രീ ആക്കണം. അതായത് ആ ഒരു ബസ് സർവീസ് എന്ന് പറഞ്ഞാൽ ലാഭമല്ല, ഒരു മനുഷ്യനെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ. അയാളുടെ വീട് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലിക്കുള്ള ഒരൊറ്റ വീടായിരിക്കും. നമ്മൾ അവിടെ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷന് വോട്ട് ചെയ്യിക്കുന്നില്ലേ, അതേപോലെ ആ മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളെ ഗവൺമെൻറ്റാണ്. അതിന് അയാൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ബസ് തന്നെ വിട്ടുകൊടുക്കേണ്ടി വരും. അത് ഓടിച്ചിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ, അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലാഭ പരിപാടിയാണ്, അല്ലെങ്കിൽ KSRTC മുഴുവൻ ലാഭമാണ്. ഇതിൽ നിന്നും പിഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പിഴിയാം. അതായത് ഇവരുടെയൊക്കെ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർ ശമ്പളവും പെൻഷനും കൊടുക്കണം. അതായത് രാഷ്ട്രീയക്കാർക്ക് തന്നെയുണ്ട് ഒരുപാട് PA-മാരും മറ്റേവരൊക്കെ എന്ന് പറഞ്ഞാൽ 2 വർഷം ജോലി ചെയ്യും, പിന്നെ എന്ന് പറഞ്ഞാൽ ആജീവനാന്ത പെൻഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടൂല എന്നുള്ളൊരു ഭയം കൊണ്ട് കുറേ ആൾക്കാർ ഇതിനെ ബേക്കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കി. നാളെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പരിപാടി ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ പൊളിക്കാൻ വേണ്ടി പരമാവധി നോക്കൂ എങ്ങനെ പൊളിക്കണം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു വ്യത്യസ്ത രീതിയിലുള്ള സമരമായിരിക്കും. കുറേ പെണ്ണുങ്ങൾ കയറിയിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു, വെറുതെ പോകുമായിരുന്നു. അതാണ് ഉണ്ടാകാൻ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ട് പറയും തിരക്ക് കൂടുതലാന്ന് 2 ബസ്സും കൂടി ഇറക്കുകയെന്ന്. അങ്ങനെ കുറേ ബസ് ഇങ്ങനെ ഇറക്കുമ്പോഴേക്ക് KSRTC ഏകദേശം പൊളിഞ്ഞു കഴിഞ്ഞാൽ ബായ് ബായ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്യും. അതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ KSRTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ബസ്സാണ്. അത് നമ്മുടെ സർക്കാരിൻ്റെ അല്ല, നമ്മളെ ബസ്സാണത്. അതുകൊണ്ട് അത് സംരക്ഷിക്കേണ്ടത്, അത് സൂക്ഷിക്കേണ്ടതൊക്കെ നമ്മളുടെ കടമയാണ്. അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും ഇടതേരിടാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയുകയാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടികൾ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. അല്ലെങ്കിൽ തന്നെ കേരളത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഉണ്ണിയപ്പക്കട വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക വരുന്നതെന്ന് പറഞ്ഞിട്ട് പൂട്ടീനി എന്നുള്ള ഒരു പേര് ദോഷമുണ്ട്. ഉണ്ണിയപ്പക്കട, ഉണ്ണിയപ്പം ആ മധുരയിലെ ഉണ്ണിയപ്പില്ലേ ചെറുത്, അതെടോ പാലക്കാട് ഒരു ചങ്ങായി തുടങ്ങിയതാ പ്രവാസിയങ്ങാറ്റം. അയൽവക്കത്തിലോ കേസ് കൊടുത്തായിരുന്നു, ഭയങ്കര സ്മെല്ലടിക്കുന്നത്, നെയ്യിൻ്റെ മണം വരുന്നു, പുകയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ കേസ് കൂട്ടി അയാൾ തമിഴ്നാട്ടിലോട്ട് പോയി എന്നാണ് പറയുന്നത്. പണ്ടത്തെ അന്നേ ഇപ്പോഴത്തെ കഥയല്ലേ. ഇനി എപ്പോഴാണോ ഞങ്ങൾ നെറ്റിലടിച്ച് നോക്കിയിട്ട് പണ്ടത്തെ കഥയാന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നാളത്തെ നീല കഥയല്ല പറയുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ പൂട്ടിക്കാൻ നമ്മൾ മിടുക്കന്മാരാണ്, തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിടുക്കന്മാരല്ല. അതുകൊണ്ടാണ് പറയുന്നത്. നന്ദി, നമസ്കാരം കേട്ടാ. ബാങ്കോ, എല്ലാവരും ബാങ്കോ, KSRTC ഗോ.